പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ വിഷയം വിശുദ്ധിയും സ്നേഹത്തെ പറ്റിയാണ്. വചനം പറയുന്നുണ്ട്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ എത്രമാത്രം വിശുദ്ധി ഉണ്ടാകുന്നുവോ ആ വിശുദ്ധിയിലാണ് ദൈവത്തിൻ്റെ സ്നേഹം വളരുന്നത്. അപ്പോൾ വിശുദ്ധി എന്നിൽ എത്രമാത്രം കുറവുണ്ടോ അതനുസരിച്ച് ദൈവസ്നേഹത്തിൻ്റെ കുറവ് എനിക്കുണ്ടാകും. വിശുദ്ധിയുടെ കുറവ് എന്ന് പറയുന്നത് എന്നിൽ പാപത്തിൻ്റെ സ്വഭാവങ്ങൾ എന്നിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധി എത്രമാത്രത്തിൽ ഞാൻ വളരുന്നു, ദൈവസ്നേഹം എന്നിൽ വളരുവാൻ തുടങ്ങും എന്നുള്ളതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഈശോയുടെ സ്നേഹം, ദൈവസ്നേഹം എന്നിലുണ്ടെങ്കിൽ, ഈ വിശുദ്ധി ഉണ്ടെങ്കിൽ, ശുദ്ധത എന്നിലുണ്ടെങ്കിൽ, ഈ സ്നേഹം നിറയുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്: അപരൻ്റെ ആത്മാവ് നശിച്ചു പോകുന്നത് കാണുമ്പോൾ, പാപത്തിലായിരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വേദന എനിക്ക് തോന്നും. അതാണ് ദൈവസ്നേഹം എന്നിൽ വളരുന്നുണ്ടെങ്കിൽ, എന്നിൽ വിശുദ്ധി കൂടുന്നതുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അടയാളം ഇതാണ്. വിശുദ്ധിയുള്ള ഒരു വ്യക്തിയുടെ ആത്മാവിൽ ദൈവസ്നേഹമുണ്ടാകും, ദൈവത്തിൻ്റെ സ്നേഹമുണ്ടാകും. ആ ദൈവസ്നേഹത്തിന് അപരൻ്റെ ആത്മാവ് നശിച്ചു പോകുന്നത് കാണുമ്പോൾ വേദനയുണ്ടാകും. അതാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ, ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മകൻ്റെ ഉള്ളിൽ, മകളുടെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ടോ, അവർ കാണിക്കുന്ന സ്നേഹം ദൈവസ്നേഹം തന്നെയാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരടയാളം ഇതാണ്. ആ വ്യക്തിക്ക് നശിച്ചു പോകുന്ന ആത്മാക്കളോടുള്ള ഒരു വേദന ഉണ്ടാകുന്നുണ്ടോ? നമുക്കറിയാം, മരിയ കൊരിയത്തിയുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസമില്ലാത്ത മരിയ കൊരിയത്തിയെ അലക്സാണ്ടർ പാപം ചെയ്യുവാൻ വേണ്ടി ബലമായിട്ട് പിടിക്കുമ്പോൾ ഈ മരിയ കൊരിയത്തി പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഒരു ബുക്ക് വായിച്ചപ്പോഴാണ് എനിക്ക് അതിൽ നിന്നൊരു അറിവ് കിട്ടിയത്. അപ്പം പ്രിയപ്പെട്ടവർ, മരിയ കൊരിയത്തി പറയുന്ന ഇതാണ്: ഈ അലക്സാണ്ടർ കൊണ്ട് പാപം ചെയ്യത്തില്ല, കത്തി കൊണ്ട് കുത്താൻ വേണ്ടി നീ ഇതിന് സമ്മതിച്ചില്ല, നിന്നെ കൊല്ലുമെന്ന് പറയുമ്പോഴും മരിയ കൊരിയത്തി പറയുന്ന ഒരു കാര്യമുണ്ട്. മരിയ കൊരിയത്തിയിൽ വിശുദ്ധിയുണ്ട്, ശുദ്ധതയുണ്ട്. അലക്സാണ്ടറെ, നീ ഈ പാപം ചെയ്താൽ നിന്റെ ആത്മാവ് നരകത്തിൽ പോകും. അപ്പോൾ ആ കൊല്ലാൻ വരുമ്പോഴും സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്നല്ല മരിയ കൊരിയത്തി ചിന്തിക്കുന്നത്. ഇവനെ പോലീസ് പിടിക്കുമെന്നോ, ഇവനെ ലോകത്തിൻ്റെ ആൾക്കാർ പിടിക്കുന്നോ, എൻ്റെ ബന്ധുമിത്രാതെ പിടിക്കുന്നോ ഒന്നുമല്ല മരിയ കൊരിയത്തി പറയുന്നത്. അലക്സാണ്ടറെ, നീ പാപം ചെയ്താൽ നിന്റെ ആത്മാവ് നരകത്തിൽ പോകും. കണ്ടോ? അപ്പോൾ സ്വയം മരണം കണ്ടു നിൽക്കുന്ന സമയത്തും അപരൻ്റെ ആത്മാവിനോടുള്ള, ആ അപരൻ്റെ ആത്മാവ് നശിക്കുമ്പോഴുള്ള ഒരു വേദന ഉണ്ടാകുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ഈ വിശുദ്ധിയിലാണ് ദൈവസ്നേഹം ഉള്ളത്. ആ ദൈവസ്നേഹമാണെങ്കിൽ അപരൻ്റെ ആത്മാവ് നശിക്കുമ്പോൾ, അവർ വേദനയിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്കൊരു സഹായം രീതിയിൽ ആരും സഹായിക്കാനില്ലെന്ന് കാണുമ്പോൾ നമുക്കൊരു വേദന തോന്നാം. ആ വേദന എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ദൈവസ്നേഹമില്ല, ഞാൻ ദൈവസ്നേഹമുള്ള വ്യക്തിയാണെന്ന് ചിലപ്പോൾ അഭിനയിക്കുന്ന വ്യക്തിയായിരിക്കും. എനിക്ക് ദൈവരാജ്യ ശുശ്രൂഷ എല്ലാവരും സ്നേഹമാണ്, നമ്മൾ അഭിനയിച്ച് നടക്കുന്ന വ്യക്തിയാണോ, യഥാർത്ഥ ദൈവസ്നേഹം എന്നിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാം, നമ്മളെ തിരുത്താം. കാരണം ദൈവവചനം എപ്പോഴും നമ്മുടെ ആത്മാവിൻ്റെ കുറവുകളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോഴാണ് നമുക്ക് ഈശോയോട് കൂടുതൽ അടുക്കുവാൻ സാധിക്കുന്നത്. കുറവുകളുള്ളവനാണെന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ വീണ്ടും വീണ്ടും ഈശോയിലേക്ക് നമുക്ക് അടുക്കുവാൻ സാധിക്കും. അതിന് ഈ വചനചിന്ത നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈശോയുടെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ അമ്മയെ, മേരി മാതാവേ, അമ്മ വിശുദ്ധി വളരുവാൻ, ദൈവസ്നേഹത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.